തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തിയിൽ കരിമ്പം ഫാമിന് വേണ്ടി നടത്തുന്ന മതിൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പാലത്തിന് നിർമ്മിച്ച കോൺക്രീറ്റ് കൈവരി ഉൾപ്പെടെ മതിലിന്റെ ഭാഗമാക്കിയത് മഴവെള്ളം റോഡിൽ കെട്ടിനിൽക്കാനിടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സംസ്ഥാനപാത വികസനത്തിനായി തളിപ്പറമ്പ് കരിമ്പം ഫാമിന്റെ സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഫാം ഗ്രീൻ ഹൌസ് മുതൽ കരിമ്പം പാലത്തിന് സമീപത്തെ ഉദയ ബസ് ഷെൽട്ടർ വരെയുള്ള ഭാഗമാണ് സ്ഥലം ഏറ്റെടുത്തത്. ഈ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിരുന്നു. ഇതിന് മുകളിലായാണ് ചെങ്കല്ലുകൊണ്ട് മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്താണ് മതിൽ നിർമ്മാണം നടത്തിയത്. മഴക്കാലത്ത് അതിശക്തമായ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് നേരത്തെ ലക്ഷങ്ങൾ ചെലവഴിച്ച PWD നിർമ്മിച്ച ഓവുചാൽ മൂടിയാണ് റോഡ് വീതി കൂട്ടിയത്. ഈ ഭാഗത്ത് പുതിയ ഓവുചാൽ നിർമ്മിക്കാതെയും വെള്ളം തോട്ടിലേക്ക് ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാതെയും പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരിയും അനുബന്ധമായി ഉയരത്തിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും മതിലിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. ഉദയ ബസ് ഷെൽട്ടറിന് സമീപം റോഡിന് വിട്ടു നൽകിയതിനു ശേഷം 1 മീറ്ററോളം വീതിയിൽ അവശേഷിക്കുന്ന ഫാമിന്റെ സ്ഥലം സംരക്ഷിക്കാനാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ പൊതുവായിട്ട് ഫാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ മതിൽ കെട്ടുന്നത് ഇപ്പൊ റോഡിന്റെ PWD റോഡ് വികസനത്തിന്റെ ഭാഗമായി ഉണ്ടെങ്കിൽ കോൺക്രീറ്റിന്റെ മുകളിലാണ് കെട്ടിയിട്ടുള്ളത്. അത് റോഡ് കടന്നു കയറ്റാന്ന് ഇപ്പം 1 കിലോമീറ്ററിൽ കൂടുതൽ വെള്ളം താഴേക്ക് വന്നിട്ട് ഇവിടെ വലിയ വെള്ളക്കെട്ടുണ്ടാകും. അല്ലെ തന്നെ മഴ പെയ്താൽ തോട് നിറഞ്ഞിട്ട് ഇവിടെ അല്ലെങ്കിൽ 1 മീറ്ററോളം വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഭാഗം ഒഴിച്ചിട്ട മതിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ മഴക്കാലത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമായിരുന്നുവെന്നും ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട മതിൽ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.